ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മനുഷ്യന്റെ ജീവിതാവകാശങ്ങൾ ഉദ്ബോധനം ചെയ്യുന്നതിൽ ഒരു നാടകത്തിനുള്ള പങ്ക് എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുകയാണ് വട്ടോളി ബസാർ മനോരഞ്ജൻ കലാകാരന്മാരുടെ വഞ്ചി. മനുഷ്യാവകാശങ്ങൾ നിരന്തരം ഓർമ്മപ്പെടുത്തി അനീതിയെയും സാമൂഹിക വിപത്തുകളെയും ആക്ഷേപഹാസ്യത്തിലൂടെ ജനമനസ്സുകളിലെത്തിച്ച വഞ്ചിയെ ആസ്വാദക ലോകം നെഞ്ചേറ്റി. 1977 കോഴിക്കോട്ടെ ചെറുഗ്രാമത്തിൽ നിന്നും പ്രയാണം തുടങ്ങിയ വഞ്ചി 25,000 വേദികളും പിന്നിട്ട് യാത്ര തുടരുകയാണ്. പ്രധാന വാർത്തകളിലേക്ക്. പന്തിരിക്കര സെക്സ് റാക്കറ്റ് അന്വേഷണത്തിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയെന്ന് യൂത്ത് കോൺഗ്രസ് വടകര ലോക്സഭാ മണ്ഡലം കമ്മിറ്റി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. താമരശ്ശേരിയിലുണ്ടായ അക്രമത്തിൽ സഭയ്ക്ക് പങ്കില്ലെന്നും മാർ റെമിജിയോസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക സഹായങ്ങൾ നൽകിയാൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നും മേയർ AK പ്രേമജം. വാർത്തകൾ വിശദമായി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. താമരശ്ശേരിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ സഭയ്ക്ക് പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അക്രമികളെ കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണത്തിൽ സഹകരിക്കും. സോണിയാഗാന്ധിയുമായുള്ള ചർച്ചയെ തുടർന്ന് സമരത്തിൽ നിന്നും പിന്മാറുമെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ മരണം വരെ പോരാടുമെന്നും റെമിജിയോസ് ഇഞ്ചനാനിയൽ കൂട്ടിച്ചേർത്തു. ജനദ്രോഹ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ കളക്ടറേറ്റിലേക്ക് നടന്ന ധർണയിൽ അധ്യക്ഷം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ഈ പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട കർഷകന്റെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് ഒരു പ്രകൃതി സംരക്ഷിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് നടപ്പില്ല. അതൊരിക്കലും നടക്കില്ല. ഇവിടെ മറ്റൊരു ജാലിയൻ വാലാബാഗ് ആവർത്തിക്കും. എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ രക്തം തന്നെ ചൊരിയും അത് നടപ്പിലാക്കാൻ പരിശ്രമിച്ചാൽ. ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കേണ്ടി വരും. ഞങ്ങൾ തീർച്ചയായിട്ടും അവസാന ശ്വാസം വരെ ഈ പ്രദേശങ്ങളിലെ പശ്ചിമഘട്ടത്തിലുള്ള 22 ലക്ഷം ജനങ്ങളും ഒറ്റയ്ക്ക് നിന്നിട്ട് ഞങ്ങൾ പോരാടും. എത്രയധികം പ്രതിലോമ ശക്തികൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായങ്ങൾ നൽകിയാൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന് കോർപ്പറേഷൻ മേയർ AK പ്രേമജം. 2013-14 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കോഴിക്കോട് കോർപ്പറേഷനിൽ ഉൾപ്പെട്ട കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കുള്ള റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മേയർ. 2013-14 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കോഴിക്കോട് കോർപ്പറേഷനിൽ ഉൾപ്പെട്ട കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കുള്ള റിവോൾവിംഗ് ഫണ്ട് വിതരണം കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്നു. 2800ഓളം അയൽക്കൂട്ടങ്ങൾക്ക് മേയർ AK പ്രേമജം ഫണ്ട് കൈമാറി. 36 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായങ്ങൾ നൽകിയാൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന് മേയർ AK പ്രേമജം പറഞ്ഞു. 56 വയസ്സ് കഴിഞ്ഞ കുടുംബശ്രീ പ്രവർത്തകർക്ക് പെൻഷൻ നൽകാനുള്ള ശുപാർശ സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മേയർ കൂട്ടിച്ചേർത്തു. ഏറ്റവും ഉദാത്തമായ ലക്ഷ്യമാണ് കുടുംബശ്രീ പ്രസ്ഥാനത്തിനുള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം, ആ രീതിയിൽ തന്നെ തുടരണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഒരുപാട് മൈക്രോ സംരംഭങ്ങളിലൂടെ, ചെറുകിട സംരംഭങ്ങളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായി പ്രവർത്തിക്കാനും അതിലൂടെ സാമൂഹ്യമായി ഉയരാനുമുള്ള ഒരു അവസരമാണ് കുടുംബശ്രീ എന്ന മഹത്തായ പ്രസ്ഥാനം നൽകുന്നത്. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ പ്രൊജക്ട് കോർഡിനേറ്റർ റംസി ഇസ്മായിൽ, MT പത്മ, CDS ഭാരവാഹികളായ EP ഷീജ, ശ്രീജ വിനോദ്, കൌൺസിലർ സ്വാമിനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ശ്രമിക്കരുതെന്ന് കോഴിക്കോട് രൂപത അധ്യക്ഷൻ മാർ വർഗീസ് ചക്കാലക്കൽ.
കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി നേതൃത്വത്തിൽ നടന്ന കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനദ്രോഹ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ ജനകീയ മാർച്ചും കളക്ടറേറ്റ് ധർണയും നടന്നു. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി നേതൃത്വത്തിൽ നടന്ന മാർച്ചും ധർണയും കോഴിക്കോട് രൂപത അധ്യക്ഷൻ മാർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. 123 ഗ്രാമത്തിലെ 22 ലക്ഷം ജനങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടും. ജനങ്ങളെ പട്ടിണിക്കിട്ട് കൃഷി ചെയ്യാൻ സമ്മതിക്കാതെ അവരെ മുരടിപ്പിക്കുന്ന നയം സമ്മതിക്കില്ലെന്ന് മാർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ഈ സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ശ്രമിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങളോട് ക്രൂരത കാണിക്കുവാൻ ആരും മുതിരരുത്. മറിച്ച് ജനനന്മയായിരിക്കണം എല്ലാവരുടെയും ലക്ഷ്യം. താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റമജിയോസ് ഇഞ്ചനാനിയൻ അധ്യക്ഷത വഹിച്ചു. MI ഷാനവാസ് MP, മിലി മാത്യു, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും ഉപവാസത്തിന് നേതൃത്വം നൽകി. സംസ്ഥാന ജില്ലാ നേതാക്കളായ 250 പേരും ജില്ലയിലെ പശ്ചിമഘട്ട സംരക്ഷണ പ്രദേശങ്ങളായ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന 10 പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും രാവിലെ 10 മുതൽ 4 വരെയുള്ള സമരത്തിൽ പങ്കെടുത്തു. പശ്ചിമഘട്ട മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെയും വനനിയമത്തിന്റെയും പരിധിയിൽ ഉൾപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. മലയോര മേഖലയിലെ വികസന പ്രവർത്തനങ്ങളും കാർഷിക വൃത്തിയും അസാധ്യമാകുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് നിയമമാക്കരുതെന്ന ആവശ്യവും ജനസംരക്ഷണ സമിതി ഉന്നയിച്ചു. യഥാർത്ഥ പരിസ്ഥിതി സംരക്ഷകരായ മലയോര ജനതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പരിസ്ഥിതി സംരക്ഷണ മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നും സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പന്തിരിക്കര സെക്സ് റാക്കറ്റ് അന്വേഷണത്തിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയെന്ന് യൂത്ത് കോൺഗ്രസ് വടകര ലോക്സഭാ മണ്ഡലം കമ്മിറ്റി. ആഭ്യന്തര വകുപ്പ് അന്വേഷണം സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും പ്രസിഡന്റ് PK രാഗേഷ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജേസൺ കെ എബ്രഹാമിൽ നിന്ന് ഈ അന്വേഷണം ഒരു സംസ്ഥാന തലത്തിലുള്ള സെക്സ് റാക്കറ്റിലേക്ക് കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ആഭ്യന്തര വകുപ്പ് ചുമതലപ്പെടുത്തണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. ഒട്ടേറെ വീഴ്ചകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. തീർച്ചയായും ആഭ്യന്തര വകുപ്പിന്റെ അടുത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ സമ്മതിക്കുന്നു. എന്റെ ഉത്തരം കറക്റ്റാണ്. ആഭ്യന്തര വകുപ്പ് കുറച്ചുകൂടി ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. 25,000 വേദികൾ പിന്നിട്ട വട്ടോളി ബസാർ മനോരഞ്ജൻ ആർട്സിന്റെ വഞ്ചി കലാകാരന്മാർക്ക് കോഴിക്കോട് സാംസ്കാരിക വേദി സമാദരമൊരുക്കുന്നു. 37 വർഷം മുൻപാണ് വഞ്ചി എന്ന നാടോടി നാടകം പിറവിയെടുത്തത്. കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നവംബർ 23-ന് ചരിത്ര വിജയം നേടിയ കലാകാരന്മാരെ ആദരിക്കും. സാമൂഹ്യ ബോധവൽക്കരണവുമായി 1977 അരങ്ങേറിയ വട്ടോളി ബസാർ മനോരഞ്ജൻ ആർട്സിന്റെ വഞ്ചി 25,000 വേദികൾ പിന്നിടുകയാണ്. 37 വർഷം കൊണ്ട് രാജ്യത്തുടനീളമുള്ള ഗ്രാമാന്തരങ്ങളിലും ഈ നാടോടി നാടകം അവതരിപ്പിക്കപ്പെട്ടു. കേരള സർക്കാരിന്റെ ബോധവൽക്കരണ വിഭാഗം പരിപാടികളിലൂടെയാണ് വഞ്ചി കുഗ്രാമങ്ങളിൽ വരെ എത്തിയത്. പ്രശസ്ത ആകാശവാണി കലാകാരനായ ഖാൻകാവിലാണ് വഞ്ചി സംവിധാനം ചെയ്തത്. അരങ്ങേറ്റത്തിലെ വഞ്ചിയുടെ അമരക്കാർ പലരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോഴും നാടകത്തെ ജീവനു തുല്യം സ്നേഹിച്ച കലാകാരന്മാർ വഞ്ചിയെ ഏറ്റെടുത്തു. ബാലുശ്ശേരിക്കടുത്ത വട്ടോളി എന്ന ഗ്രാമത്തിലെ കലാകാരന്മാരാണ് ഇന്ന് വഞ്ചിയുടെ അമരത്ത്. ഈ കലാകൂട്ടായ്മയ്ക്ക് ആദരമർപ്പിക്കുകയാണ് കോഴിക്കോട് സാംസ്കാരിക വേദി. വഞ്ചി നാടോടി നാടകത്തിലെ കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങും 25,000 വേദി പൂർത്തിയാക്കുന്ന അവതരണവും നവംബർ 23-ന് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം മാമുക്കോയ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പുരുഷൻ കടലുണ്ടി MLA അരങ്ങൊഴിഞ്ഞ കലാകാരന്മാരെ അനുസ്മരിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കും. MK രാഘവൻ MPയും ചടങ്ങിൽ സംബന്ധിക്കും. MS ബാബുരാജിന്റെ പാട്ടുകൾ ഉൾക്കൊള്ളിച്ച് പ്രകാശ് ഉള്ളിയേരി ഒരുക്കുന്ന ഹാർമോണിയം സോളോയും വേദിയിൽ അവതരിപ്പിക്കും. ജില്ലാ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി
കണ്ണാൻ DND ചികിത്സയിൽ ജീവനും ഉത്തരമലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. കൊള്ളാലോ. ഏതാ സാർ പുതിയ പരസ്യം? ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പരസ്യമാണ്. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. എനിക്കോ? മക്കളൊക്കെ വലുതായി വരികയല്ലേ, സ്വർണം സമ്പാദിക്കണ്ടേ? ലളിതമായ തവണകളിൽ സ്വർണത്തിൽ നിക്ഷേപിക്കൂ. കാലാവധി തീരുമ്പോൾ വർദ്ധിച്ച മൂല്യവും ബോണസും നേടൂ. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അപ്പോൾ തന്നെ സ്വർണമായി മാറ്റുന്നു. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. ലാലേട്ടാ, ഇത് ഏതാ ഷൂട്ടിംഗ്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. വാർത്തകൾ തുടരുന്നു. രാഷ്ട്രഭാഷ എന്ന നിലയിൽ ഹിന്ദിയുടെ പ്രചരണത്തിനായി കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണെന്ന് പ്രമുഖ ഹിന്ദി ഭാഷാ പണ്ഡിതൻ വിനോദ് കുമാർ ശുക്ല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഹിന്ദി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസങ്ങളിലാണ് സെമിനാർ നടക്കുന്നത്. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഹിന്ദി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി ഹിന്ദി ഭാഷാ പണ്ഡിതൻ വിനോദ് കുമാർ ശുക്ല ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രഭാഷ എന്ന നിലയിൽ ഹിന്ദിയുടെ പ്രചരണത്തിനായി കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 80കൾക്കു ശേഷമുള്ള ഹിന്ദി നോവലിലെ സംവേദനയുടെയും സംരചനയുടെയും പുതിയ തലങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പ്രമുഖർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കോളേജ് HOD പ്രൊഫസർ N. ഗിരിജ, പ്രൊഫസർ CS രാജേന്ദ്രൻ, കോളേജ് പ്രിൻസിപ്പൽ രാഘവൻ, പ്രൊഫസർ മാലതി, പ്രൊഫസർ MS വിശ്വംഭരൻ, പ്രൊഫസർ പവൂർ ശശീന്ദ്രൻ, ശശിധരൻ പരമേശ്വരൻ, അംബിക, രാംദാസ്, ജയ്തുന്നീസ, ഹൈമാവതി തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് സിറ്റി ഉപജില്ലാ കലോത്സവത്തിന്റെ 3-ാം ദിവസവും സദസ്സിന് വിസ്മയമായി കുട്ടികളുടെ കലാമത്സരങ്ങൾ അരങ്ങേറി. മീഞ്ചന്തയിലെ 4 സ്കൂളുകളിലെ 12 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 19-ന് ആരംഭിച്ച കലോത്സവം 22-ന് സമാപിക്കും. നഗരത്തിലെ സംഗീത നൃത്തത്തിൽ ആറാടിച്ച് കേരള സ്കൂൾ കലോത്സവങ്ങൾ തുടരുകയാണ്. കോഴിക്കോട് സിറ്റി ഉപജില്ലാ കലോത്സവത്തിന്റെ 3-ാം ദിവസം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ നങ്ങ്യാർകൂത്ത്, മോഹിനിയാട്ടം, UP വിഭാഗത്തിന്റെ മാപ്പിളപ്പാട്ട്, ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ദഫ്മുട്ട്, ലളിതഗാനം, മോണോ ആക്ട്, കോൽക്കളി, കുച്ചുപ്പിടി തുടങ്ങിയ മത്സരങ്ങളാണ് പ്രധാനമായി വേദികളിൽ നടന്നത്. GVHSS മീൻചന്ത, RK മിഷൻ HSS മീൻചന്ത, RK മിഷൻ LPS മീൻചന്ത, NSS ഹയർ സെക്കൻഡറി സ്കൂൾ മീൻചന്ത എന്നിവിടങ്ങളിൽ ഒരുക്കിയ 12 വേദികളിലായാണ് വിവിധ മത്സരങ്ങൾ നടന്നത്. വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും കലോത്സവത്തിനെ വിജയമാക്കാൻ എല്ലാ സഹകരണവും നൽകുന്നുണ്ട്. കൂടാതെ കുട്ടി പോലീസിന്റെ പ്രവർത്തനവും കലോത്സവത്തെ മനോഹരമാക്കുന്നു. 19-ന് ആരംഭിച്ച കലോത്സവം 22-നാണ് സമാപിക്കുന്നത്. കൊയിലാണ്ടി സബ് ജില്ലാ കലോത്സവത്തിന് തുടക്കമായി. 19, 20, 21 തീയതികളിലായി അരിക്കുളം KPMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവം പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. 93 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. കൊയിലാണ്ടി സബ് ജില്ലാ കലോത്സവത്തിന് തുടക്കമായി. നവംബർ 19, 20, 21 തീയതികളിലായി അരിക്കുളം KPMS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം പുരുഷൻ കടലുണ്ടി MLA നിർവഹിച്ചു. കൊയിലാണ്ടി സബ് ജില്ലയിലെ 10 ഹൈസ്കൂൾ, 8 ഹയർ സെക്കൻഡറി സ്കൂൾ, LP UP വിഭാഗങ്ങളിലായി 75 സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് 10 വേദികളിലായി മാറ്റുരയ്ക്കുന്നത്. അരിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുരേഷ്, P. സതീഷ് ബാബു, കൊയിലാണ്ടി AEO ജവഹർ മനോഹർ, അജയ് ഗോപാൽ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു. മതേതരത്വത്തിലൂടെ കോൺഗ്രസ് ജനങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ വർഗീയത ആളിക്കത്തിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് BJPയും RSSും ശ്രമിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ചെറുവണ്ണൂരിൽ P. ശിവശങ്കരൻ നായർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. P. ശിവശങ്കരൻ നായർ അനുസ്മരണ സമ്മേളനം ചെറുവണ്ണൂരിൽ നടന്നു. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ദുർബലപ്പെടുത്താനാണ് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മതേതരത്വത്തിലൂടെ കോൺഗ്രസ് ജനങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ വർഗീയത ആളിക്കത്തിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് BJPയും RSSും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനുസ്മരണ സമിതി ചെയർമാൻ N. രത്നാകരൻ അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിമാരായ N. സുബ്രഹ്മണ്യൻ, AP അനിൽകുമാർ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് P. ശങ്കരൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ആദം മുൽസി, DCC വൈസ് പ്രസിഡന്റ് EK ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് PM നിയാസ്, KA ഗംഗേഷ്, K. ഉദയകുമാർ, V. മുഹമ്മദ് ഹസൻ, TK അബ്ദുൽ ഗഫൂർ, TP ശശിധരൻ, P. കുഞ്ഞിമൊയ്തീൻ, സുബൈർ കളത്തിൽ, U. വിജയപ്രകാശ് എന്നിവർ സംസാരിച്ചു.
നാടക സിനിമാ നടി ശാന്താദേവിക്ക് നഗരത്തിന്റെ ആദരം. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ആഭിമുഖ്യത്തിലാണ് 3ാം ചരമവാർഷികത്തിൽ നഗരം ആദരം അർപ്പിച്ചത്. അനുസ്മരണ സമ്മേളനം സർഗ വനിതാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമാദേവി ഉദ്ഘാടനം ചെയ്തു. നടി ശാന്താദേവിയെ നഗരം 3ാം ചരമവാർഷികത്തിൽ അനുസ്മരിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് സർഗ വനിതാ സംസ്ഥാന വൈസ് പ്രസിഡന്റും സിനിമാ സീരിയൽ നടിയുമായ രമാദേവി ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി. ടി.വി. ബാലൻ, നന്മ സംസ്ഥാന സെക്രട്ടറി മാധവൻ കുന്നത്തറ, ബാബു പറശ്ശേരി, വിൽസൺ സാമുവൽ, കെ.എസ്. കോയ, എം.എ. നാസർ, എം. കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കെ.ടി. മുഹമ്മദ്, തിക്കോടിയൻ, എ.കെ. പുതിയങ്ങാടി എന്നിവരുടെ നാടകത്തിൽ ശാന്തദേവി അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളുടെ പുനരാവിഷ്കാരം ഓർമ്മകളിൽ എന്നും ഒരമ്മ എന്ന പേരിൽ അരങ്ങേറി. രത്നമ മാധവൻ, സാവിത്രി സീധരൻ, എൽ.സി. സുകുമാരൻ, റാണി ദിവാകരൻ, ഗീത പാവങ്ങൂർ, ജയകാന്തി, സുരേഷ് കോഴിക്കോട്, കെ.ടി. പുരുഷോത്തമൻ, അനിൽ കിണാശ്ശേരി, ടി.കെ. വേണു, കുമാർജി പാലത്ത്, മമ്മൂട്ടി മാത്തോട്ടം, ഇ. ശശി എന്നിവർ അഭിനേതാക്കളായിരുന്നു. തുടർന്ന് പ്രമീള മുകുന്ദൻ മുത്തുക്കുടം കഥാപ്രസംഗവും ഗിരീഷ് ആമ്പ്ര നാടൻപാട്ടും അവതരിപ്പിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. കേരള ഹിന്ദി പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ സദസ്സിന്റെ ഭാഗമായി സമകാലീന ഹിന്ദി നോവലുകളിലെ പുതിയ പ്രവണതകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി അന്താരാഷ്ട്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപിനാഥൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഹിന്ദി പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ സദസ്സിന്റെ ഭാഗമായി സമകാലീന ഹിന്ദി നോവലുകളിലെ പുതിയ പ്രവണതകൾ എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാർ നടന്നു. മഹാത്മാഗാന്ധി അന്താരാഷ്ട്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് പ്രസിഡന്റ് ഡോക്ടർ പവൂർ ശശീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ വിനോദ് കുമാർ ശുക്ല, ഡോക്ടർ വേദരാമൻ പാണ്ഡെ എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി. ഡോക്ടർ എ അച്യുതൻ, ഡോക്ടർ എം എസ് വിശ്വംഭരൻ, ഡോക്ടർ സണ്ണി, അച്യുതൻ വള്ളിക്കുന്ന്, ഡോക്ടർ എം പി പത്മനാഭൻ, വി കെ ബാലകൃഷ്ണൻ നായർ എന്നിവർ സംബന്ധിച്ചു. ലോകാടിസ്ഥാനത്തിൽ സ്ത്രീയുടെ പുരോഗതി ആധുനിക സമൂഹം കാണാനോ അർഹിക്കുന്ന പദവി നൽകാനോ ശ്രമിക്കുന്നില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി കെ ഫാത്തിമ സുഹ്റ. മുസ്ലിം സ്ത്രീ ആർജിച്ച പുരോഗതിയാകട്ടെ മതേതര സമൂഹം അംഗീകരിച്ചു കൊടുക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ജമാഅത്തെ ഇസ്ലാമി കേരള വനിതാ വിഭാഗം മുതലക്കുളത്തു സംഘടിപ്പിച്ച സ്ത്രീ മതം മതേതരത്വം മുസ്ലിം സ്ത്രീ ഇടപെടുന്നു എന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫാത്തിമ സുഹ്റ. മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷവും പിണറായി വിജയനെ പോലുള്ള നേതാക്കളും ഇസ്ലാമിനെ ശരിയായ രീതിയിൽ വായിക്കാൻ തയ്യാറാകണമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി കെ ഫാത്തിമ സുഹ്റ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി കേരള വനിതാ വിഭാഗം മുതലക്കുളത്ത് സംഘടിപ്പിച്ച സ്ത്രീ മതം മതേതരത്വം മുസ്ലിം സ്ത്രീ ഇടപെടുന്നു എന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മുസ്ലിങ്ങൾ ആദർശ സമുദായമാണ്. ഇസ്ലാമിനെ പൂർണ്ണതയോടെ അംഗീകരിക്കാൻ ആർക്ക് കഴിയുന്നുവോ അന്ന് മാത്രമേ സമുദായത്തിന്റെ വോട്ട് നേടാനാവൂ. മുസ്ലിം എന്ന പഴിചാരി ഇതര വിഭാഗത്തിന്റെ വോട്ടുകൾ തേടുന്ന തന്ത്രം ഇനി നടക്കില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ എന്താണെന്ന് സമൂഹത്തിന് അറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തു. ലോകാടിസ്ഥാനത്തിൽ സ്ത്രീയുടെ പുരോഗതി ആധുനിക സമൂഹം കാണാനോ അർഹിക്കുന്ന പദവി നൽകാനോ ശ്രമിക്കുന്നില്ല. ഇന്നും സ്ത്രീയെ ശരീരം മാത്രമായി കാണുന്നതിനാൽ എത്ര ഉന്നതിയിലെത്തിയാലും അവർ ചൂഷണം ചെയ്യപ്പെടുന്നു. മുസ്ലിം സ്ത്രീ ആർജിച്ച പുരോഗതിയാകട്ടെ മതേതര സമൂഹം അംഗീകരിച്ചു കൊടുക്കുന്നുമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു.
വിവാഹപ്രായം എല്ലാ സമുദായത്തിന്റെയും പ്രശ്നമാണ്. ഭൂരിപക്ഷം വനിതകളും 18 വയസ്സിന് താഴെ വിവാഹം കഴിക്കുന്നത് എതിരാണെങ്കിലും അവരുടെ അഭിപ്രായം തേടാൻ സമുദായ നേതൃത്വം തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണ്. സുശക്തമായ ഉടമ്പടിയാണ് വിവാഹം. അതിന് പക്വതയും പഠനവും വളരണം. സ്ത്രീധനം മഹലുകൾ തോറും നിരോധിക്കണം. ഇക്കാര്യത്തിൽ സമുദായ സംഘടനകൾ നിലപാട് വ്യക്തമാക്കണം. സമുദായത്തിനകത്തെ ജീർണതകൾ ഇല്ലാതാക്കി സംസ്കരിച്ച് നഷ്ടപ്പെട്ട അന്തസ്സ് വീണ്ടെടുക്കാൻ നേതൃത്വം മുന്നോട്ട് വരണമെന്നും ഫാത്തിമ സുഹ്റ ആവശ്യപ്പെട്ടു. വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കെ സഫിയ അലി അധ്യക്ഷം വഹിച്ചു. GIO സംസ്ഥാന പ്രസിഡന്റ് പി റുക്സാന, ജമാഅത്തെ ഇസ്ലാമി കൂടിയാലോചന സമിതി അംഗം PV റഹ്മാബി, നഗരസഭാ കൌൺസിലർ സൈഫുന്നീസ, അഡ്വക്കേറ്റ് ലൈല, സംസ്ഥാന സമിതി അംഗം A റഹ്മത്തുന്നീസ എന്നിവർ സംസാരിച്ചു. ഫാത്തിമ ഖിറാത്ത് നടത്തി. സംസ്ഥാന സെക്രട്ടറി P സുബൈദ സ്വാഗതവും KR സാബിറ നന്ദിയും പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സ്ഥാപനങ്ങൾ പ്രവർത്തകരുടെ വിയർപ്പ് തുള്ളികൾ സ്വരൂപിച്ചുണ്ടാക്കിയതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. കരുവൻതുരുത്തി ശിഹാബ് തങ്ങൾ സ്മാരക സൌധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് പ്രസ്ഥാനം അതിന്റെ ഓഫീസ് സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നത് അതിൽ അണിനിരക്കുന്ന ലക്ഷക്കണക്കിന് അധ്വാനിക്കുന്നവരുടെയും സാധാരണക്കാരുടെയും വിയർപ്പ് തുള്ളികൾ കൊണ്ടാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കരുവൻതുരുത്തി ശിഹാബ് തങ്ങൾ സ്മാരക സൌധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും അംഗീകരിക്കുകയും പാലിക്കുകയും ചെയ്ത് നമുക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നതെന്നും ഈ ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് ഒരിക്കലും പിന്നോട്ട് പോകില്ലെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ CH ഫൌണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷൻ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ് നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MC മായൻ ഹാജി പ്രകാശനം ചെയ്തു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KM ബഷീർ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന ലീഗ് സെക്രട്ടറി TPM സാഹിർ, ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല, അബ്ദുറഹിമാൻ രണ്ടത്താണി MLA, മണ്ഡലം ലീഗ് പ്രസിഡന്റ് NC അബ്ദുൾ റസാഖ്, മുനവർ മുള്ളമ്പാറ, P ആസിഫ്, K മുഹമ്മദ് ബാവ, K ഹംസ നഹ, PC അഹമ്മദ് കുട്ടി ഹാജി, അഡ്വക്കേറ്റ് KM ഹനീഫ, KK ആലിക്കുട്ടി മാസ്റ്റർ, K മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഇനി റെസിഡൻസ് അസോസിയേഷൻ വിശേഷങ്ങളിലേക്ക്. ഈസ്റ്റ് നെല്ലൂർ വളയംകുന്ന് സമത്വം റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം ഫറോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളക്കട സരസു നിർവഹിച്ചു. സമത്വം പ്രസിഡന്റ് TK പക്രൂട്ടി അധ്യക്ഷനായിരുന്നു. 2012-13 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കാമ്പുറത്ത് രവീന്ദ്രൻ, K സുഷീർ, N പ്രജുല, K നസ്രത്ത്, K സക്രിയ, മേലാട്ട് സോമൻ, ഹരിലാൽ മാസ്റ്റർ, K ഹരിദാസൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനി ഓഫ് കേരളൈറ്റ്സ് ഉൽപാദന സ്ഥാപനം യുണൈറ്റഡ് കേരള എന്റർപ്രണേഴ്സ് ഗുജറാത്ത് UKEG ഗുജറാത്തിൽ ആരംഭിക്കുവാൻ സർക്കാരുമായി ധാരണയായതായി സാരഥികൾ പറഞ്ഞു. അശാസ്ത്രീയമായ വാറ്റ് നികുതി ബാധ്യത മൂലം വിതരണ വ്യാപാരം നിർത്തലാക്കിയ കേരളത്തിലെ 240 വ്യാപാരികൾ സംയുക്തമായി രൂപീകരിച്ച മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനി ഓഫ് കേരളൈറ്റ്സിന്റെ പ്രതിനിധി സംഘവും വേൾഡ് മലയാളി കൌൺസിൽ ഗുജറാത്ത് ഭാരവാഹികളും സംയുക്തമായി ഗുജറാത്ത് സർക്കാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഉൽപ്പന്ന നിർമ്മാണ ഫാക്ടറികൾ ആരംഭിക്കുവാൻ തീരുമാനമായത്. കേരളത്തിൽ തർക്കനികുതി ആവശ്യപ്പെട്ട് നിലവിലുള്ള റവന്യൂ റിക്കവറി നടപടികളിൽ തീർപ്പായാൽ ഉടൻ തന്നെ ഉൽപാദനം തുടങ്ങാൻ കഴിയുമെന്നും യുണൈറ്റഡ് കേരള എന്റർപ്രണേഴ്സ് ഗുജറാത്ത് UKEG ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർവശിക്ഷ അഭിയാൻ പന്തലായനി BRCയുടെ കീഴിൽ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് IEDC റിസോഴ്സ് റൂം ഉദ്ഘാടനം ചെയ്തു. കുനിപ്പുറം താറ്റിൽ നടന്ന പരിപാടി ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത മതിരിച്ചേരി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിര വികാസ് അധ്യക്ഷത വഹിച്ചു. IEDC ജില്ലാ പ്രോഗ്രാമിംഗ് ഓഫീസർ മുഹമ്മദ് PP മുഖ്യപ്രഭാഷണം നടത്തി. പന്തലായനി BPO K പ്രേമചന്ദ്രൻ രക്ഷിതാക്കൾക്കുള്ള ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. റിസോഴ്സ് ടീച്ചർ നഹിദ റാണി, റഷീദ് വെങ്ങളം, KK ആണ്ടിക്കുട്ടി, സുനിത TC എന്നിവർ സംബന്ധിച്ചു. ഇന്ത്യൻ കൌൺസിലേഴ്സ് അസോസിയേഷന്റെ ഔപചാരിക ഉദ്ഘാടനം നവംബർ 24 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് കോഴിക്കോട് ഗവൺമെന്റ് ട്രെയിനിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കും. കൌൺസിലിംഗ്, വൈകല്യമുള്ളവരുടെ പരിപാലനം എന്നീ വിഷയങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രിയോ ഡിപ്ലോമയോ നേടിയവരാണ് രജിസ്റ്റർ ചെയ്ത ഈ സംഘടനയിലെ അംഗങ്ങൾ. അസോസിയേഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 വിഷയങ്ങളിൽ സെമിനാർ നടക്കും. കുട്ടികളിലെ പഠന പ്രശ്നങ്ങൾ, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ പ്രൊഫസർ ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാർ വിഷയം അവതരിപ്പിക്കും. കുട്ടികളിലെ പെരുമാറ്റ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ ഡോക്ടർ LR മധുജൻ വിഷയാവതരണം നടത്തും.
അരിക്കുളം കുന്നോത്തുമുക്ക് രാരിൽമീത്തൽ ഗംഗാധരൻ, TM നാരായണൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഷനറി പലചരക്കു കട ബുധനാഴ്ച രാത്രി 12 മണിയോടുകൂടി കത്തിനശിച്ചു. പേരാമ്പ്ര ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ നഷ്ടമുണ്ടായതായി കടയുടമകൾ പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ ഉണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സൌത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന്റെയും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന്റെയും ജുവൽ അപ്രൈസേഴ്സ് യൂണിയൻ ലയന സമ്മേളനം നവംബർ 24-ന് കോഴിക്കോട് ന്യൂ നളന്തയിൽ നടക്കും. സമ്മേളനം പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണപ്പണം എടുക്കുന്ന മുഴുവൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്രൈസർ തസ്തിക സൃഷ്ടിക്കുക, സ്വർണ്ണ തൊഴിലാളികളെ അപ്രൈസർമാരായി നിയമിക്കുക, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഗ്രാമീൺ ബാങ്കിന്റെ ശാഖകൾ ആവശ്യമായ എല്ലാ സൌകര്യങ്ങളോടെ സ്ഥാപിക്കുക, സർക്കാർ ശാസ്ത്രീയ സ്വർണ്ണപ്പണയ നയം പ്രഖ്യാപിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്നും സംഘടനാ നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് സെന്റ് അൽഫോൺസ് ഗ്രൂപ്പ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ യുവത്വം ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നുവോ എന്ന വിഷയത്തിൽ ഏകദിന സെമിനാറും മത്സരങ്ങളും ടൌൺ ഹാളിൽ നടന്നു. മത്സരങ്ങൾ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രിൻസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സെമിനാറിനോടനുബന്ധിച്ച് പോസ്റ്റർ മേക്കിംഗ്, കൊളാഷ്, മൈം, പ്രസംഗ മത്സരം തുടങ്ങി മത്സരങ്ങളും കോളേജ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടന്നു. നിരവധി വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. ചിത്രാഞ്ജലിയുടെ 32ാമത് അഖില കേരള നഴ്സറി കലോത്സവം ഡിസംബർ 9-10 ദിവസങ്ങളിൽ കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ച് നടക്കും. ഗീതാഞ്ജലി, രാഗാഞ്ജലി, പുഷ്പാഞ്ജലി, വർണ്ണാഞ്ജലി എന്നീ 4 വേദികളിലായി 16 ഇനം മത്സരങ്ങളാണ് നടത്തുക. 250-ൽ പരം സ്കൂളുകളിൽ നിന്നായി 3000-ഓളം കുട്ടികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ പറഞ്ഞു. പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നവർ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച അപേക്ഷകൾ വിദ്യാലയ അധികൃതർ മുഖേന ഒപ്പിട്ട സാക്ഷ്യപത്രത്തോടെ 2013 കൺവീനർ 32ാമത് നഴ്സറി കലോത്സവം മാതാ AC സർവീസ് സെന്റർ, ന്യൂ ഇന്ത്യ കോംപ്ലക്സ്, പുതിയറ PO, കോഴിക്കോട് എന്ന വിലാസത്തിൽ അയക്കണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പന്തിരിക്കര സെക്സ് റാക്കറ്റ് അന്വേഷണത്തിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയെന്ന് യൂത്ത് കോൺഗ്രസ് വടകര ലോക്സഭാ മണ്ഡലം കമ്മിറ്റി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. താമരശ്ശേരിയിലുണ്ടായ അക്രമത്തിൽ സഭയ്ക്ക് പങ്കില്ലെന്നും മാർ റെമിജിയോസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക സഹായങ്ങൾ നൽകിയാൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നും മേയർ AK പ്രേമജം. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.